ഹായ്, എല്ലാവർക്കും ഈദ് മുബാറക്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും പെരുന്നാൾ ആഘോഷിക്കാമെന്ന് വിചാരിക്കുന്നു. ഞാനും പെരുന്നാൾ ആഘോഷിച്ചു, അടിച്ചു പൊളിച്ചു. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് നമ്മളെ വിഷുവും കൂടെ വരികയാണ്. അപ്പോൾ വിഷുവിൻ്റെ ആഘോഷം കൂടെ വേണ്ടേ? എല്ലാവരും വിഷു അടിച്ചു പൊളിച്ചു. ഞാനിപ്പോൾ വന്നത് എന്താ വെച്ചാൽ, എനിക്ക് ഒരു ഗിഫ്റ്റ് കിട്ടി. അതായത് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെ നമുക്കൊരു ഗിഫ്റ്റ് കിട്ടുമ്പോൾ അത് ഭയങ്കര സന്തോഷമില്ല. അപ്പം ആ ഒരു കാര്യം നിങ്ങളടുത്ത് ഞാൻ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ എൻ്റെ അച്ഛൻ്റെ ബർത്ത്ഡേ ആണ് വരുന്നത്. അപ്പം അതുകൊണ്ട് അച്ഛൻ്റെ ഫോട്ടോസ് ഒന്നുണ്ട്. അച്ഛൻ ആർമിയിലായിരുന്നു. അപ്പോൾ അച്ഛൻ്റെ ഫോട്ടോസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുട്ടീൻ്റെ അടുത്ത് കൊടുത്തു. എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ടാണ്, എൻ്റെ കസിൻ്റെ ലൂടെ ഞാൻ പരിചയപ്പെട്ട ആ കുട്ടീനെ. അപ്പം ഞാൻ കുട്ടീൻ്റെ അടുത്ത് ഫോട്ടോ ഉണ്ടാക്കാൻ കൊടുത്തു. അപ്പോൾ തന്നെ April 22 എൻ്റെ ബർത്ത്ഡേ ആണ് വരാൻ പോകുന്നത്. അപ്പോൾ ആ കുട്ടി എനിക്ക് ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് അഡ്വാൻസായിട്ട് പെട്ടെന്നൊരു ഗിഫ്റ്റ് തന്നു. സത്യം പറഞ്ഞാൽ ഒട്ടും പ്രതീക്ഷിക്കാതെ നമുക്ക് സാധനം കിട്ടുമ്പോൾ നമുക്ക് സങ്കടം വന്നു, കരഞ്ഞു പോലെ. എന്നോട് പറഞ്ഞ് ചേച്ചി പൊട്ടിച്ച് നോക്ക്, എന്നിട്ട് മെസ്സേജ് അയക്കുന്നതാണ്. ഞാൻ പൊട്ടിച്ചു. ഞാൻ വളരെ ഹാപ്പി ആയിട്ടോ, സത്യം പറയാമല്ലോ, വളരെ ഹാപ്പിയായി. അപ്പം ഞാൻ ആ ഫോട്ടോസ് നിങ്ങളടുത്ത് കാണിക്കാം എന്താണ്. അപ്പോൾ ഇതാണ് ആ ഫോട്ടോ. കാണാൻ പറ്റുന്നുണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും എന്നെ കൂടെ കഴിയുന്ന രീതിയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഫോട്ടോ എൻ്റെ രണ്ടാമത്തെ മോൻ്റെ 28-ന് എടുത്ത ഫോട്ടോ ആണ്. അപ്പോൾ അതിൽ ഞാനും 2 മക്കളും നിൽക്കുന്നൊരു ഫോട്ടോ. ഇത് ഉണ്ടാക്കണമെന്ന് ഞാൻ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചിട്ട് കുറേ ആയി, പക്ഷേ എനിക്ക് സാധിക്കാറില്ല, നടക്കില്ല. ഞാൻ ഇത് ഉണ്ടാക്കണോ അതുണ്ടാക്കണം, അങ്ങോട്ടും ഇങ്ങോട്ടും കംപ്ലീറ്റ് ചേഞ്ച് ആയിപ്പോൾ. പിന്നെ പൈസയുടെ ബുദ്ധിമുട്ടും സാമ്പത്തിക ബുദ്ധിമുട്ടും എല്ലാം കാരണം നമ്മൾ ആഗ്രഹങ്ങൾ നമ്മൾ മൂടി വെക്കാന്നൊക്കെ പറഞ്ഞാൽ അതുപോലെ ഞാൻ എൻ്റെ ആഗ്രഹങ്ങളൊക്കെ കുറേ മൂടി വെക്കുകയാണ്. കാരണം സാമ്പത്തികമായിട്ട് നമുക്കൊന്നും ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് ഇങ്ങനെയുള്ളതൊന്നും ചെയ്യാൻ കഴിയില്ല, ഫോട്ടോസുകളൊന്നും ചെയ്യാൻ കഴിയില്ല. അപ്പോൾ എനിക്ക് ആ കുട്ടി ഇതിൽ തന്നപ്പോൾ എനിക്ക് വലിയൊരു ഗിഫ്റ്റാട്ടോ. സത്യം പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വലിയ ഗിഫ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയായിരിക്കും എനിക്ക് അറിഞ്ഞൂടാ, പക്ഷേ എനിക്കത് വലിയൊരു ഗിഫ്റ്റ് തന്നെയാണ്. മാത്രമല്ല എൻ്റെ പിറന്നാളിന് അടുപ്പിച്ച് തരുമ്പോൾ അത് ഫസ്റ്റ് ഗിഫ്റ്റാണ് തന്നിരിക്കുന്നത്. അപ്പോൾ അതിൽ ഞാൻ ഒത്തിരി സന്തോഷമുണ്ട്. കാരണം എനിക്ക് അങ്ങനെ ആദ്യം ഗിഫ്റ്റൊന്നും കിട്ടാറില്ല കേട്ടോ, ഫ്രണ്ട്സും കുറവാണ്, അതുകൊണ്ട് ഗിഫ്റ്റൊന്നും കിട്ടാറില്ല. അപ്പോൾ എനിക്ക് ഫസ്റ്റായിട്ട് തന്നൊരു ഗിഫ്റ്റാണ്. ഇതുപോലുള്ള ഗിഫ്റ്റുകളൊക്കെ ആരെങ്കിലും എനിക്ക് തന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഇടയ്ക്കൊക്കെ ചിന്തിക്കാറുണ്ട്. ഇൻസ്റ്റാഗ്രാമിലൊക്കെ അറിയിച്ച് കുറേ പേര് ഗിഫ്റ്റ് ഫ്രീ ഒക്കെ ആയിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ചിന്തിക്കും, എനിക്കൊക്കെ ഇങ്ങനത്തെ ഒരു ഗിഫ്റ്റൊക്കെ കിട്ടുകയാണെങ്കിൽ എത്ര നന്നായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടം ഫോട്ടോ ഫ്രെയിം ചെയ്ത് വെക്കുന്നതെന്ന് വെച്ചാൽ. ഫോട്ടോസുകളുണ്ടെങ്കിലും ഞാൻ ചെയ്ത് വെക്കാൻ എനിക്ക് കഴിയില്ല. കാരണം കുറേ റേറ്റും കാര്യങ്ങളൊക്കെ ചിന്തിക്കുമ്പോൾ അത്രയൊന്നും നമ്മളെ ബഡ്ജറ്റിൽ ഒതുങ്ങാതെ പോകുമ്പോൾ പല ആഗ്രഹങ്ങളും. ഇത് മാത്രമല്ല, നമ്മളൊരു വീട് വെക്കുന്ന ഒരു കാര്യത്തിലും കൂടി കടക്കാൻ പോകും. അതുകൊണ്ടാണ് ഇപ്പോൾ ഒരു ഫ്ലാറ്റിലേക്ക് മാറിയത് തന്നെ. അപ്പോൾ ആ ഒരു ആഗ്രഹം എത്രത്തോളം സഫലമാവുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും പ്രാർത്ഥനയും ഉണ്ടെങ്കിൽ മാത്രമേ എനിക്കൊരു വീട് വെക്കാൻ കഴിയുള്ളൂ. അപ്പോൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. എൻ്റെ വീഡിയോസ് ആരെങ്കിലും ലൈക്ക് ചെയ്യാതെ കാണുന്നുണ്ട്, ദയവേതും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല. തൊട്ടപ്പം തന്നെ ബെല്ലൈക്കൺ കൂടെ അമർത്തണേ. എന്നാൽ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് കാണാനും പറ്റുള്ളൂ, നോട്ടിഫിക്കേഷനും കിട്ടത്തുള്ളൂ. അപ്പം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. കാരണം ഈ ഫ്ലാറ്റിലേക്ക് മാറും. ഫ്ലാറ്റ് എന്ന് പറഞ്ഞാൽ 2 റൂമാണ്. ഞാൻ പറഞ്ഞല്ലോ, കാണിച്ചല്ലോ, വീഡിയോസ് ഇട്ടായിരുന്നു. അതിൽ ഇതിൻ്റെ വാടക 5000 രൂപയാണ് വരുന്നത്. ഒരു ദിവസത്തെ വരുമാനമാണ് ഞങ്ങൾക്ക് ഇതൊന്ന് നഷ്ടപ്പെടുന്നത്. എൻ്റെ ഹസ്ബൻഡ് മാത്രം പോയിട്ട് പണിയെടുത്ത് കൊണ്ടുപോയിട്ട് വേണം ഞാനും എൻ്റെ 2 കുഞ്ഞുങ്ങളും കഴിഞ്ഞ് ജീവിച്ച് പോകാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ടുകളിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ കുറേ വീഡിയോസൊക്കെ എനിക്ക് ഇടാൻ കഴിയാറില്ല. ഭയങ്കരമായിട്ട് ടെൻഷനും കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് തന്നെ ഒരുപാട് ഇപ്പോൾ പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ അമസ്മാരത്തിൻ്റെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ എനിക്ക് സർജറിയും കാര്യങ്ങളൊക്കെ വേണമെന്ന് പറഞ്ഞു. അപ്പം സർജറി ചെയ്യാൻ പൈസ ഇല്ലാത്തത് കൊണ്ടും വീഡിയോ ചെയ്യാനും പൈസ കയ്യിലില്ലാത്തത് കൊണ്ടും ഞാനൊന്നും ചെയ്യാതെ ഇങ്ങനെ ഇരിക്കുകയാണ്.
എപ്പോൾ അസുഖം വരും, എപ്പം അസുഖം നിൽക്കും എന്നൊന്നും പറയാൻ പറ്റില്ല. ക്രിട്ടിക്കൽ സ്റ്റേജാണ് എന്തായാലും, അത് മാത്രം എനിക്കറിയാം. ഞാൻ എത്രത്തോളം ഉണ്ടാവും, എത്ര കാലം ജീവിക്കും എന്നൊന്നും എനിക്കറിഞ്ഞൂടാ. അപ്പോൾ എല്ലാവരുടെയും പ്രാർത്ഥനയും സപ്പോർട്ടും എനിക്ക് വേണം, എന്നാലേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ട് ഇനിയുള്ള കാലം ജീവിച്ചിരിക്കണം എന്നാണ് എൻ്റെ പ്രാർത്ഥന. കാരണം മക്കൾ 2 ആൺകുട്ടികളാണെങ്കിൽ പോലും ആരെങ്കിലും നോക്കിക്കോളെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പോഴത്തെ കാലങ്ങളാണ്, കാലം മാറി, പണ്ടത്തെ കാലമൊന്നുമല്ല. അതുകൊണ്ട് അവർ വലിപ്പം വെക്കുന്നത് വരെയെങ്കിലും എനിക്ക് ജീവിക്കാൻ കഴിയണേ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒരു വീട് സഫലമായി കിട്ടണം എന്നൊരാഗ്രഹം കൂടെ ഉണ്ട്. വലിയ കുത്തമ്പിനാർ പോലത്തെ വീട് അതൊന്നുമല്ല കേട്ടോ. നിങ്ങൾ വിചാരിക്കും അച്ഛൻ ആർമിക്കാരനായതൊക്കെ അച്ഛൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാവുന്നത്. അച്ഛൻ്റെ ഭാഗത്തുനിന്ന് ഒരുപാട് സഹകരണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അച്ഛനൊരു മൂന്നാമതൊരു മോളും കൂടെ ഉള്ളതാണ്. ഞങ്ങൾ 3 പെൺകുട്ടികളാണ്. 2 പേരുടെ കഴിഞ്ഞുള്ളൂ, ഒരാളുടെ കഴിയാണ്ട്. ഇപ്പോഴത്തെ സ്വർണ്ണത്തിൻ്റെ വിലയും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയണോണ്ട് തന്നെ നമ്മൾ കൊടുക്കാനുള്ളത് നമ്മൾ തന്നെ കൊടുക്കണം. അപ്പോൾ അതുകൊണ്ട് അച്ഛന് നമ്മളെ ഒരുപാട് സഹായിക്കുന്നതിനൊക്കെ ഒരു പരിധിയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അങ്ങനെ ഉള്ളൊരു ബുദ്ധിമുട്ടിലൂടെയൊക്കെയാണ് പോകുന്നത്. പക്ഷെ അച്ഛനെ കൊണ്ട് കഴിയുന്ന രീതിയിലൊക്കെ സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഒരു വീട്, ചെറിയ വീട്, സന്തുഷ്ട കുടുംബം എന്ന് നമ്മൾ പറയുന്നത്, കുഞ്ഞു വീട്, ഞാനും ഹസ്ബൻഡും മക്കളും എല്ലാവരും കൂടെ ഉള്ള ഒരു കുഞ്ഞു വീട്. എല്ലാവരും വേണം എനിക്ക്, എല്ലാവരും ഉണ്ടായാലും എനിക്ക് സമാധാനം ഉണ്ടാവുള്ളൂ. ആ ഒരു കുഞ്ഞു വീട്ടിൽ സന്തോഷമായിട്ട് ഇരിക്കുക എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അത് എത്രത്തോളം ഈ ആഗ്രഹം നടക്കുമോ, മുന്നോട്ട് പോവുമോ, എങ്ങനെ മുന്നോട്ട് പോവും എന്നുള്ള ഒരു ഐഡിയ ഇല്ല കേട്ടോ. ഞാൻ ഈ ഫ്ലാറ്റിലേക്ക് വന്ന് കയറി ഇനി ഇവിടെ ഇരുന്നും കൊണ്ട് വേണം എനിക്ക് എല്ലാ ഒരു ഐഡിയകളും ഉണ്ടാക്കാൻ. ഒരു വീടിൻ്റെ പ്ലാൻ വരയ്ക്കാൻ കൊടുക്കണം, അങ്ങനെ പല പരിപാടികളുണ്ട്. ഇങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയും, എങ്ങനെയൊക്കെയാണ് മുന്നോട്ട് പോകാമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എൻ്റെ അസുഖം കൂടെയുള്ള ഒരാളായതുകൊണ്ട് തന്നെ എൻ്റെ ഹസ്ബൻഡിനെ എന്നെയും നോക്കണം എന്നുള്ളൊരു ബുദ്ധിമുട്ടാണ്. ഞാൻ ഓക്കെ നല്ലപോലെ ആണെങ്കിൽ ഞാൻ നല്ല രീതിയിൽ നടന്നൊക്കെ പോയി ജോലിയെല്ലാം ചെയ്യും. എല്ലാം ഞാൻ വയ്യാത്തൊരവസ്ഥയിലാണെങ്കിൽ ഞാൻ കിടപ്പ് തന്നെ ജോലി എടുക്കാനോ കുട്ടികളെ നോക്കാനോ ഒന്നിനും കഴിയില്ല. അങ്ങനത്തെ ഒരവസ്ഥയാണ്. അപ്പം ഓപ്പറേഷൻ വേണമെന്ന് സാറ് പറഞ്ഞപ്പം ഞാൻ ആകെ പെട്ടെന്നൊരു ഷോക്കായിപ്പോയി. ഓപ്പറേഷനോ ഇപ്പോഴോ ഭഗവാനെ, ഞാനൊരു വീടെടുക്കാൻ പോവുകയാണല്ലോ, എന്ത് ചെയ്യും? അതന്നെ, ഒരു വീടെടുക്കുന്ന തന്നെ ഉള്ള ലോണും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ടാണ്, ആരുടെ സഹായം ഉണ്ടായിട്ടല്ല. അപ്പോൾ എന്ത് ചെയ്യുന്നുള്ളൊരവസ്ഥയിലാണ്. ആ ഒരു സമയത്താണ് ഞാൻ ഭയങ്കര സങ്കടത്തിലിരിക്കുമ്പോഴാണ് ഈ ഒരു ഫോട്ടോസ് എൻ്റെ കൈവശം വരുന്നത്. അപ്പോൾ ഞാൻ നിങ്ങളടുത്ത് ഇത് ഷെയർ ചെയ്യാമെന്ന് വെച്ചാൽ അതാണ് നിങ്ങളടുത്ത് ഷെയർ ചെയ്തത്. അപ്പം എല്ലാവർക്കും ഈ ഒരു ഫോട്ടോസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക മറക്കല്ലേ. തൊട്ടപ്പുറം ബെല്ലൈക്കൺ കൂടെ അമർത്തി ഞാനിരുന്ന വീഡിയോസ് കാണാൻ പറ്റുള്ളൂ, നോട്ടിഫിക്കേഷനും കിട്ടുള്ളൂ. താങ്ക് യു. അടുത്ത വീഡിയോ വരുന്നതായിരിക്കും. ടേക്ക് കെയർ, ബൈ.